ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള എളുപ്പത്തിലുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണിത്. ഇത് നമ്മൾ സാൻഡ്വിച്ച് മേക്കറിലും അതുപോലെ അതില്ലാതെ പാനിലും ചെയ്യുന്ന രണ്ട് രീതിയിലും നമുക്ക് ഈ ഒരു എഗ് സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡും അതുപോലെ 3 മുട്ട പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിൻ ഫ്ലോറിൻ്റെ ബ്രെഡ് ആയിരുന്നാലും മതി. ഇനി നമുക്കൊരു ബൗളിലേക്ക് പുഴുങ്ങിയിട്ടുള്ള 3 മുട്ട ചേർക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പുഴുങ്ങിയ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്ത മുട്ട എടുക്കാം, അതല്ലെങ്കിൽ ഓംലെറ്റ് ചെയ്ത മുട്ട ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ പുഴുങ്ങിയ മുട്ട ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് ഈ ഒരു പരുവത്തിന് എടുക്കാം. അങ്ങ് ഫൈനായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട, ചെറിയ പീസസ് കിടക്കണം, ആ ഒരു പരുവം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ എഗ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറോ അല്ലെങ്കിൽ സ്പ്രെഡോ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ബട്ടർ കുറച്ച് സോഫ്റ്റ് ആയാലാണ് നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റൂ. ഇതുപോലെ 2 വശത്തും ചെയ്തെടുക്കാം. ഒരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് സാൻഡ്വിച്ച് മേക്കർ ഇല്ലാതെ പാനിൽ എങ്ങനെയാണ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനോ അല്ലെങ്കിൽ സ്കില്ലറ്റോ നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് ചെറിയ തീയിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ടോസ്റ്റ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രം ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതേസമയം ഹാർഡ് ടോസ്റ്റ് അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടോസ്റ്റ് ആണെങ്കിൽ കൂടുതൽ സമയം ചെറുതീയിലിട്ട് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. ഇപ്പോൾ 2 സൈഡും ടോസ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് അടുത്ത ബ്രെഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒരു 2 സെക്കൻഡ് ഒന്ന് വാമാക്കിയതിന് ശേഷം എടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേണ്ടത്ര സാൻഡ്വിച്ചും റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഒത്തിരി അങ്ങ് കൂടി പോകരുത്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലായിരിക്കും പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ എഗ് സാൻഡ്വിച്ച് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഈസി എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സാൻഡ്വിച്ച് മേക്കറിൽ എങ്ങനെയാണ് ഈ ഒരു എഗ് സാൻഡ്വിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ബട്ടർ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് നമുക്ക് എഗ്ഗിൻ്റെ ഫില്ലിങ് വെച്ച് ക്ലോസ് ചെയ്ത് മാറ്റാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് മേക്കർ ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. നമ്മളിപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ സാൻഡ്വിച്ച് മേക്കർ വാമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് സാൻഡ്വിച്ച് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സിഗ്നൽ റെഡിൽ നിന്നും ഗ്രീൻ ആകുമ്പോഴേക്കും നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സാൻഡ്വിച്ച് മേക്കറിൽ തയ്യാറാക്കിയിട്ടുള്ള എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തുകൊണ്ട് അതങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവില്ല, നല്ലൊരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 പോർഷനായിട്ടാണ് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഈ ഒരു മേക്കറിൽ വയ്ക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അതുപോലെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.